വൈകിയെത്തിയതിന് 2 കുട്ടികളെയാണ് 1.5 മണിക്കൂറോളം അധ്യാപകൻ മുട്ടുകാലിൽ നിർത്തിച്ചത്. വാർത്ത പുറത്തു കൊണ്ടുവന്ന ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ശിക്ഷ നൽകിയ കാര്യം അധ്യാപകൻ രാജീവ് ജോസഫ് സമ്മതിച്ചിരുന്നു. ക്രൂരശിക്ഷയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയെന്ന പേരിലാണ് സത്യനേശൻ മെമ്മോറിയൽ സ്കൂളിലെ അധ്യാപകൻ ജോജൻ ലാൽ വിവരാവകാശ നിയമം വഴി പല കാര്യങ്ങളും ചോദിച്ച വിചിത്രമായ കാരണവും സസ്പെൻഷൻ ഉത്തരവിൽ നിർത്തുന്നു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഹയർ പരീക്ഷ വാല്യുവേഷൻ അപ്പൊ ഞാൻ വാല്യുവേഷൻ സെന്ററിൽ ആയിരിക്കുന്ന സമയത്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മാധ്യമങ്ങളിലൂടെ ഞാൻ ഈ രംഗങ്ങളെല്ലാം കണ്ടു. അധ്യാപകൻ ഈ കുറ്റം സമ്മതിക്കുന്നത് കണ്ടു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തപ്പോൾ പല ക്രമക്കേടുകളും പുറത്തു വന്നു. മേലധികാരികൾ കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ഇനി വിവരാവകാശ നിയമം കൊടുക്കുകയാണെങ്കിൽ ഈ ക്രമക്കേടുകൾ പലതും നടക്കില്ല. അധ്യാപകന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ നടപടി പിൻവലിക്കാൻ ഉത്തരവിട്ടിരുന്നു. അതുപോലെ സ്കൂൾ മാനേജ്മെന്റ് നടപ്പാക്കുന്നില്ല. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ മാനേജർ മോഹൻ ബാബു തയ്യാറായില്ല. കുട്ടികളെ ശിക്ഷിച്ച അധ്യാപകനെതിരെ നടപടിയെടുക്കാത്ത സ്കൂൾ മാനേജ്മെന്റാണ് ക്രൂരശിക്ഷയുടെ വാർത്ത നൽകിയെന്ന പേരിൽ മറ്റൊരു അധ്യാപകനെ പുറത്തുവെക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള ഒരു വിമാനം രാജീവ് ചന്ദ്രശേഖർ എം പി വിദേശത്തു നിന്ന് തിരികെ വാങ്ങി കേന്ദ്ര സർക്കാരിന് സമ്മാനിക്കുന്നു. 1947 യുദ്ധത്തിൽ സൈനികരെ അതിർത്തിയിലെത്തിച്ച DC-3 ഡക്കോട്ട വിമാനമാണ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് സ്വീകരിച്ച് വ്യോമസേനാ മ്യൂസിയത്തിൽ സൂക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. 1947 സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നുകയറിയ പാകിസ്ഥാനികളെ തുരത്തുന്നതിൽ നിർണായക പങ്ക് ഡഗ്ലസ് DC-3 ഡക്കോട്ട വിമാനത്തിനുണ്ടായിരുന്നു. സൈനികരെ എത്രയും വേഗം ഈ വിമാനത്തിൽ എത്തിക്കാനായത് വഴി കശ്മീരിന്റെ പല ഭാഗങ്ങളും പാകിസ്ഥാൻ കയ്യേറുന്നത് തടഞ്ഞു. യുദ്ധചരിത്രത്തിന്റെ ഭാഗമായ ഈ വിമാനം എന്നാൽ അയർലൻഡിൽ ഉപേക്ഷിക്കപ്പെട്ടു. ആക്രസാധനങ്ങൾക്കൊപ്പം വിറ്റ ഈ വിമാനം കണ്ടെടുത്ത് പഴയ നിലയിലാക്കിയത് രാജീവ് ചന്ദ്രശേഖർ എം പിയാണ്. വ്യോമസേനാ ഉദ്യോഗസ്ഥനായി തന്റെ അച്ഛൻ ഡഗ്ലസ് ഡക്കോട്ട വിമാനം പറത്തിയിരുന്നതെന്നതും ഇത് വീണ്ടെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ പ്രേരിപ്പിച്ചു. വീണ്ടും പറത്താൻ ഉതകുന്ന രീതിയിൽ വിമാനത്തിന്റെ പണികൾ UK പൂർത്തിയാക്കി വരികയാണ്. 2010 ഇത് സർക്കാരിന് സമ്മാനിക്കാൻ തയ്യാറാണെന്ന് രാജീവ്